അപ്പോൾ ഈ ആദ്യകാലത്ത് ഇവിടെ വന്ന കാലത്ത് ഒരു പ്രധാന ആരോപണം മലയാളിത്തം കുറവായിരുന്നു എന്നാണ്. പക്ഷേ നിങ്ങൾക്ക് ഗംഭീരമായിട്ട് ഇപ്പോൾ മലയാളം പറയുന്നുണ്ട്. ഞാൻ ഇടയ്ക്കൊക്കെ ആദ്യകാല ഇൻ്റർവ്യൂ കാണുമ്പോഴത്തേക്ക് ഇടയ്ക്ക് മലയാളം ഇങ്ങനെ ഒന്ന് തടയുമായിരുന്നു. പക്ഷെ അത് അല്ല അങ്ങനെയല്ല. ഞാൻ മലയാളിയാണ്, മലയാളം പഠിച്ചതാണ്. സെയിൻറ്റ് പോൾസ് ഹൈസ്കൂൾ കുറിച്ചെറിയൽ മലയാളം പഠിച്ച വ്യക്തിയാണ്. അങ്ങനെ അല്ല. പക്ഷേ നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ ഞാൻ മലയാളം അങ്ങനെ യൂസ് ചെയ്യാൻ ഫ്ലോ ഒന്ന് കുറഞ്ഞേ ഉള്ളൂ. അതെ അത് അല്ല അതല്ല ഓക്കെ. അത് കോൺഗ്രസ് തന്നെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഈ പുള്ളിക്ക് മലയാളം അറിയില്ല, മുണ്ടുകൊടുക്കാൻ അറിയില്ല. അത് ഞാൻ കൺസീഡ് ചെയ്യാൻ തയ്യാറാണ്. പക്ഷെ വികസനമാണ് ജനങ്ങളുടെ ആവശ്യം. എൻ്റെ മലയാളവും ഉണ്ടല്ലോ. ജനങ്ങളുടെ ആവശ്യം വികസനം, എൻ്റെ വർക്ക് ശൈലി, എൻ്റെ കമ്മിറ്റ്മെന്റ് അല്ലേ അവരുടെ ആവശ്യം. അതിന് കമ്പീറ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ബാക്കി മുണ്ടും കുർത്തയും മലയാളവും അതെല്ലാം ഞാൻ അവർക്ക് കൺസീഡ് ചെയ്യാൻ തയ്യാറാണ്. എങ്കിൽ പോലും കേരളത്തിൽ ഇപ്പോൾ CPM ഒക്കെ പിടിച്ചു നിൽക്കുന്ന തീപ്പൊരി പ്രസംഗം വെച്ചിട്ടാ എല്ലാ നേതാക്കളും തീപ്പൊരി പ്രസംഗം വെച്ചാൽ ഇങ്ങനെ ആവേശഭരിതരാക്കുന്ന തീപ്പൊരി പ്രസംഗം. അത് കാലം കഴിഞ്ഞു. അക്കോർഡിംഗ് ടു മീ ആ ഒരു ഒറേഷനും വലിയ കാൾ മാർക്സും ഞാൻ എവിടെയോ ഇവരെല്ലാം ശരിക്കും ഞാൻ ഏറെ റെസ്പോൺസിബിലിറ്റി പറയണേ. ഇവരെല്ലാം സ്റ്റക്കാണ് ഒരു ഡൈനോസോർ ഏജിൽ. ഇന്ന് ആർക്കാണ് ഇത് ഒരു റെലവെന്റ്? നമ്മളിങ്ങനെ കാൾ മാർക്സും ക്ലാസ്ലെസ് സൊസൈറ്റി എന്ന് പറഞ്ഞു കൊടുക്കാൻ ആരാണ് ഇത് കേൾക്കാൻ പോകുന്നത്? ഇന്നത്തെ ഒരു ആവറേജ് യുവ ക്ലാസ്ലെസ് സൊസൈറ്റിനെ കുറിച്ച് ആരും ആലോചിക്കുന്നുണ്ടോ? എന്താണ് അവരുടെ ചിന്ത? എനിക്ക് എന്ത് സ്കിൽസ് ഞാൻ പഠിക്കണം, എവിടെയാണ് എനിക്ക് ജോബ് അവസരം കിട്ടാൻ പോകുന്നത്, ഞാൻ AI-യിലും സെമി കണ്ടക്ടറിലും ടെക്നോളജിയിലും മറ്റു മേഖലയിലും എന്താണ് എനിക്ക് പഠിക്കേണ്ടത്, എവിടെ പഠിക്കാൻ കഴിയും? ഇതെല്ലാം പണ്ട് കാലത്ത് ഇത് ഒരു വലിയ ഒരു മൂവ്മെന്റ് ആയിരുന്നു ലെഫ്റ്റ് ഈക്കോസിസ്റ്റമിന്റെ. ഈ ക്ലാസ് വാറും യൂട്ടോപ്പിയയും ഷേഗുവേരയും ഫിഡൽ കാസ്ട്രോയും ഓക്കെ എല്ലാം ചരിത്രം പഠിക്കണം, നോ ഇഷ്യൂ. പക്ഷെ ചരിത്രമല്ല നമ്മളുടെ ജീവിതം. ചരിത്രം പഠിക്കുക, മനസ്സിലാക്കുക, സൈഡിൽ വെക്കുക. അത് നമ്മളെ ലൈഫ് മിഷൻ ആക്കരുത്.